ഏറെ നാളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രമാണ് മദ്രാസ്കാരൻ എന്ന ഷെയ്ൻ നിഗം ചിത്രം. എന്തായാലും ഈ RDX സിനിമയ്ക്ക് ശേഷം ഷെയ്ൻ നിഗമിൻ്റെ ഒരു ചിത്രം റിലീസാവുന്നത് ഇപ്പോഴാണ്. എന്തായാലും ഈ RDX സിനിമയിൽ കണ്ടതുപോലെ ഒരു തീപ്പൊരി പ്രകടനം തന്നെയാണ് ഈ ഷെയ്ൻ നിഗമിൻ്റെ ഈ മദ്രാസ്കാരൻ എന്ന ചിത്രത്തിൽ. സിനിമ വളരെ വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ഒരു പ്ലോട്ട് ചെറിയൊരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് ഒരു സിനിമയങ്ങായി മാറിയിരിക്കുന്നത്. എന്തായാലും സിനിമ പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന ഉള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ ചിത്രം കണ്ടു വന്നതേ ഉള്ളൂ. തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ നിന്നാണ് ഇപ്പോൾ 11:30 ഷോ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ. മദ്രാസ്കാരൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ വാലി മോഹൻദാസ് ആണ്. ഈ സംവിധായകൻ ഇതിനു മുമ്പ് 2023 രംഗോളി എന്നൊരു ചിത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാലി മോഹൻദാസിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കഥ തന്നെയാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഷെയ്ൻ നിഗമിനെ പോലെ ഒരു നടനെ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ മദ്രാസ്കാരൻ എന്ന ചിത്രം. പിന്നെ ഷെയ്ൻ നിഗത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ RDX എന്ന ചിത്രത്തിന് ശേഷം ആക്ഷൻ ഈ ഷെയ്ൻ നിഗത്തിൻ്റെ ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷെയ്ൻ നിഗം വീണ്ടും ഒരു തമിഴ് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഓപ്പണിങ്ങിന് പറ്റിയ എല്ലാ ഒരു കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ചിത്രമാണ് ഈ മദ്രാസ്കാരൻ എന്ന ചിത്രം. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. പെർഫോമൻസിൻ്റെ ഏതറ്റം വരെ വേണമെങ്കിലും പോവാം. പിന്നെ അതുപോലെ ഈ സിനിമയിൽ ഒരു കുറച്ച് സെൻറ്റിമെൻ്റലായി പോകുന്ന, അതായത് ഒരു കുറച്ച് സെൻറ്റിമെൻ്റൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ചിലവർ ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് ഇങ്ങനെ സെൻറ്റിമെൻ്റലായിട്ടുള്ളത് കാണാം. അവർക്ക് എൻജോയ് ചെയ്യാൻ താല്പര്യത്തോടു കൂടിയാണല്ലോ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് അത് സെൻറ്റിമെൻ്റലായി പോയില്ലേ എന്നുള്ള ഒരു ഇത് കാണും മനസ്സിൽ, ഒരു ചിന്ത. എന്തായാലും അങ്ങനെയുള്ള ചിന്തയ്ക്ക് വകയില്ല. ആവശ്യത്തിന് ആക്ഷൻ സീൻസും എല്ലാം കൂടെ ചേർന്നിട്ടൊരു വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ പരുവത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. ആ സെൻറ്റിമെൻറ്റിൽ അങ്ങ് ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള നമ്മളെടുക്കുക. നമ്മൾ സിനിമയെ വിമർശിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം സിനിമ തുടക്കം തൊട്ട് ഒടുക്കം വരെ നല്ല ഫ്ലോയിൽ, അത് പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ തമിഴ്നാട്ടിലുള്ളവർ സിനിമ എടുക്കുമ്പോൾ എന്തെങ്കിലും ആ ത്രെഡിലൊരു പുതുമ നോർമലി എല്ലാ സിനിമകളിലും ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയും കൂടെയാണ് എന്നെ ഈ സിനിമ കാണാനായി തിയേറ്ററിൽ എത്തിച്ചത്. എന്തായാലും ഷെയ്ൻ നിഗമിൻ്റെ തുടക്കം ഒട്ടും മോശമായില്ല. തമിഴ്നാട്ടിലെ അരങ്ങേറ്റം എന്തായാലും തകർത്തു എന്ന് തന്നെ പറയാം. തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഒരു മത്സര അഭിനയം തന്നെയായിരുന്നു കലയരസൻ എന്ന ആ നടൻ. സിനിമയിൽ അദ്ദേഹത്തിന് ഈ കൊടുക്കുന്ന എന്ത് റോളായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു നടൻ തന്നെയാണ് കലയരസൻ. സിനിമയിൽ ഈ മദ്രാസ്കാരൻ എന്ന ചിത്രത്തിൽ കലയരസൻ്റെ പ്രകടനം സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ AR റഹ്മാൻ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 അലൈപായ്തേ എന്ന ചിത്രത്തിന് വേണ്ടി ചെയ്ത ഒരു ഗാനമുണ്ട്, കാതൽ സടുകുടു എന്ന് തുടങ്ങുന്നൊരു ഗാനം. അന്ന് സൂപ്പർ ഹിറ്റായ ഒരു ഗാനമായിരുന്നു ഈ കാതൽ സടുകുടു. ആ സിനിമ, ആ അലൈപായ്തേ എന്ന ചിത്രത്തിലെ ഈ കാതൽ സടുകുടു എന്ന ഗാനം ഈ ചിത്രത്തിൽ ഒരു റീമിക്സ് വെർഷനായിട്ട് വന്നിട്ടുണ്ട്. അതും ഈ സിനിമയുടെ സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് സാം CS ആണ്. അപ്പോൾ ഈ സാം CS എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് സിനിമ കാണാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കാനുണ്ട്. കാര്യം സാം CSൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ പാട്ടുകളും ഒക്കെ ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് സിനിമ കാണാൻ കയറുന്നവർക്ക് ഈയിടെയായിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും സാം CS എന്ന് കണ്ടപ്പോൾ സിനിമ കാണാനുള്ള ഒരു എനർജി വരികയാണ് ഉണ്ടായത്. അപ്പോൾ സാം CS ഈ കാതൽ സടുകുടു എന്ന ഗാനം അദ്ദേഹത്തിൻ്റേതായ ഒരു രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ആ റീമിക്സ് വെർഷൻ ചെയ്തിട്ടുണ്ട്. അതും വിഷ്വൽസ്, സോങ് വിഷ്വൽസ് നന്നായിട്ടുണ്ട്. ഒരു എൻ്റർടൈനർ, ഒരു 5 മിനിറ്റ് ഒരു എൻ്റർടൈനർ ലെവൽ തന്നെയായിരുന്നു സിനിമയിൽ. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനർജി ബൂസ്റ്റപ്പ് ആവുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഷെയ്നിൻ്റെയും ഈ നായികയായി വന്ന നിഹാരിക കോണിഡേലയുടെയും.